ഹായ്, എല്ലാവർക്കും അപ്പോൾ ലേറ്റസ്റ്റ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ. നമ്മൾ ഇതുവരെ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് മാത്രമാണ് പറഞ്ഞത് അല്ലേ. പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് ആളുകൾ വരും, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലേ. പേഴ്സണിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ വരും, അതുപോലെ HUF വരാം, പിന്നെ AOP, BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ അല്ലേ, കമ്പനി വരാം. ഇത്രയും ആളുകളൊക്കെ എന്തിലുണ്ട്? പേഴ്സൺ എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡാണ്. ഇൻഡിവിജ്വൽ തന്നെ പഠിച്ചെടുക്കാൻ കുറേ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനൊക്കെ നമ്മളെന്താണ് പഠിച്ചിരിക്കല്ലേ. അപ്പോഴാണ് ഇത്രയും ആളുകളുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് എങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾ അത്ര വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്കും തോന്നുന്നത് എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്താണ് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും റെസിഡൻസ് സ്റ്റാറ്റസ് ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഡിവിജ്വൽ എന്താണ്? അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ, 2 അഡീഷണൽ കണ്ടീഷൻ അഥവാ സബ്സീക്വൻറ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇതോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ മാത്രമുണ്ട്, സബ്സീക്വൻറ്റ് കണ്ടീഷനൊന്നും കിട്ടിയില്ല. ഒന്ന് കിട്ടിയേണ്ട വലിയ കാര്യമില്ല, കിട്ടുകയാണെങ്കിൽ 2ഉം കിട്ടണം. നോൺ റെസിഡൻ്റ് ആണെങ്കിലോ നോ ബേസിക് കണ്ടീഷൻ. ഇതാണ് ഇൻഡിവിജ്വലിൻ്റെ. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് HUFൻ്റെ ചെക്ക്. HUF ആരാണ് HUF എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഇങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട്. കൂട്ടുകുടുംബ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അവരുടെ ഒരു കാൽക്കുലേഷൻ ടാക്സ് ലയബിലിറ്റിക്ക് പ്രത്യേക രീതിയിലാണ് നമ്മളെന്താ ചെയ്യുക, ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എപ്പോഴാണ് ഓർഡിനറി ആവുക, നോട്ട് ഓർഡിനറി ആവുക, നോൺ റെസിഡൻ്റ് ആവുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ സാധാരണയായിട്ട് HUFനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ടാക്സ് ഒക്കെ അടയ്ക്കുന്നത് അവിടുത്തെ ഒരു കർത്ത എന്ന് പറയുന്നിട്ട് ഒരു വ്യക്തി. കർത്ത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് സീനിയർ സിറ്റിസൺ, അവിടുത്തെ ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. ആളെയാണ് കർത്ത എന്ന് പറയുന്നത്, അല്ലാതെ ആളെ നിറന്നു നോക്കിയിട്ടല്ല കേട്ടോ. അപ്പോൾ വെളുത്ത ആളുകളും എന്താണ് സീനിയർ ആണെങ്കിൽ അവിടെ കർത്ത എന്ന് അറിയപ്പെടും. സോ ഈ കർത്ത എന്ന് പറയുന്ന ആൾ ഒരു ആണെന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ആണുങ്ങളുടെ അഭാവത്തിൽ അവിടെ എന്താണ് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളെ എന്താണ് ഇതിൻ്റെ പരിധിയിൽ വരും. ഓക്കെ, അപ്പോൾ കർത്ത എന്ന് പറയുന്നത് മേ ബി എ ലേഡി. ഓക്കെ, സോ HUF ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ 2 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ ഇവർ ഓർഡിനറി റെസിഡൻ്റ് ആവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അഫയേഴ്സ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഫുള്ളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ പ്ലസ് അതോടൊപ്പം തന്നെ ഇതിത്തെ കർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കർത്ത അറിയുന്ന ആള് നമ്മളെ റെസിഡൻസ് സ്റ്റാറ്റസ് ഇൻഡിവിജ്വലിൻ്റെ പഠിച്ചപ്പോൾ അവിടെ അഡീഷണൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, 2 അഡീഷണൽ കണ്ടീഷൻ. ആ 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് ദി കർത്ത ഫുൾഫിൽ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ആസ് ഇൻഡിവിജ്വൽ, കർത്ത ഇൻഡിവിജ്വലിൻ്റെ 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്ത്. ഞാൻ ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്ത് ഇടാം. ഇഫ് കർത്ത ഫുൾഫിൽ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ആസ് ഇൻഡിവിജ്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 2ഉം കൂടി കിട്ടണം കേട്ടോ, ഒന്നല്ല, പ്ലസ് ആണ്, ആൻഡ് ആണ്. ഓക്കെ, ആൻഡ്
ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിങ്ങോട്ട് വരയ്ക്കാൻ പോകും തൽക്കാലം. ഇതിലുണ്ടല്ലോ ഇത് മാത്രം, ഇതിപ്പോൾ സപ്പോസ് ഇത് 1 നിങ്ങൾ കൊടുക്കുകയാണ്, ഇത് 2 ആണ്. ഓക്കെ, ഈ 1 മാത്രം കിട്ടി, ഇതില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? നോട്ട് ഓർഡിനറി ആണ്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കി, if the control and management fully or partly situated in India and the karta does not satisfy both the additional condition as individual, that's all. Okay, then non resident ആണെങ്കിൽ എന്താണ്? നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾ നോക്കണ്ട, ഒറ്റന്ന് ഫുള്ളി ഔട്ടാണിത്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഔട്ടാണ്. എങ്ങനെ എഴുതാം? ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, ഇന്ത്യക്ക് പുറത്താണ്. പാർട്ട്ലി എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ല, പാർട്ട്ലി ആയ ഇവിടെ വന്ന് ഇത് ഫുള്ളി ഓർ പാർട്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ ഫുള്ളി ഔട്ട്സൈഡ് ആണെങ്കിൽ എന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. അവിടെ ഫുള്ളി ഔട്ട്സൈഡ് ആണെങ്കിൽ പിന്നെ ഇവിടെ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് ഒരു ടെക്നിക്കിലൂടെ അങ്ങനെ നീങ്ങിയാൽ മതി. ഇവിടെ 1 കിട്ടി, 2 ഇല്ല. ഇവിടെ ഫുള്ളി ഓർ പാർട്ട്ലി ആണ്, ഇവിടെ ഇത് മാത്രം ഫുള്ളി ഔട്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമുക്ക് ഉള്ള കാറ്റഗറി ഫേം ഉണ്ട്, AOP, BOI, അതുപോലെ തന്നെ എന്താണ് ലോക്കൽ അതോറിറ്റി. ഈ ടീമിനൊക്കെ ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒക്കെ ഒരുമിച്ചാണ് പഠിച്ചാൽ മതി. ഓക്കെ, ഫേം, അതുപോലെ തന്നെയാണ് AOP ഓർ BOI, അതല്ലെങ്കിൽ മറ്റൊന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, AJP. APJ എന്ന് എഴുതരുത് കേട്ടോ, APJ ഓർമ്മ വരും നമുക്ക് അല്ലേ, APJ അബ്ദുൽ കലാം, ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലോക്കൽ അതോറിറ്റി. ഇതൊക്കെ എന്താ നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ അല്ലേ. നമ്മൾ ഫസ്റ്റ് വീഡിയോസ് ചെയ്തപ്പോൾ ബേസിക് ടേംസിലാണോ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പേഴ്സൺ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പേഴ്സണിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. ഇതൊരു കണ്ടിന്യൂഷനായിട്ട് വരുന്നതുകൊണ്ടേ ഫസ്റ്റ് വീഡിയോസ് മുതൽ നിങ്ങളെ കണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഫേം പാർട്ണർഷിപ്പ് ഫേമാണ്, രജിസ്റ്റേർഡ് ആൻഡ് പാർട്ണർഷിപ്പ് ആക്ട്, അത്രയുള്ള ഫേം. AOP ഓർ BOI അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൻ്റെ കൂട്ടായ്മ. ഇതൊക്കെ പേഴ്സണാണ്, ഇവരൊക്കെ പാടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ കുറച്ച് ആളുകൾ പേഴ്സൺ ഒക്കെ പാടെ കൂടിയിട്ടാണ്, അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വൽ മാത്രമേ ഉണ്ടാവുള്ളൂ, 2-3-4 ചെങ്ങന്മാർ കൂടാണ്. അതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അതാണ് ഇതും തമ്മിലുള്ള വ്യത്യാസം. AOP എന്ന് പറയുമ്പോൾ പേഴ്സൺ ഒക്കെ പാടെ കൂടി കലർന്നാണ്. BOIയിൽ ഇൻഡിവിജ്വലിൻ്റെ കൂട്ടം മാത്രമാണ്, ആ ആളുകളെ കൂട്ടം മാത്രമേ ഉള്ളൂ. ഓക്കെ, സാധാരണഗതിയിൽ ഇതിങ്ങനെ AOP ഓർ BOI ആണ് കണ്ടുവരാറ്. ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്ന നിയമത്തിൻ്റെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ലോക്കൽ അതോറിറ്റി മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഡിസ്ട്രിക്ട് ബോർഡ്, എക്സെട്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലോക്കൽ അതോറിറ്റി. സോ ഇതിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് ഒരേപോലെയാണ്. പിന്നെ നമുക്ക് ആസ്വദിക്കാൻ വകയുള്ള മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം കൂടി ഉള്ളൂ, കമ്പനിയും കൂടി ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ടീമിന് ഒന്നും ഏത് ബാധകമല്ല, നമ്മളെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ബാധകമല്ല. അത്രയും ആശ്വാസം അല്ലേ. ഇവിടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ദെൻ ഫേം, AOP, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ലോക്കൽ അതോറിറ്റി എപ്പോഴാണെന്നുള്ളതാണ് ആവാന്നുള്ളത്. നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചാൽ, if the control and management offers fully or partly situated in India എന്ന് പഠിച്ചു. ഇത് ഇതേപോലെ എടുത്തോടെ സെയിം സാധനം, വേറെ ഒന്നും എടുക്കണ്ട കേട്ടോ. സെയിം. if the control and management offers fully or partly situated in India, ഇവരുടെയൊക്കെ എന്താണ് ഓർഡിനറി റെസിഡൻ്റ് ആണ്, വേറെ ഒന്നും അവിടെ പഠിക്കാനല്ല. എന്തായാലും എന്താണ് ഈ ടീമുകളൊന്നും, കമ്പനി, ഫേം, AOP ഇവരൊന്നും എന്താണ് നെവർ ബി എ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട്, ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്, രണ്ടും കൂടി നടുക്ക് വരെ ഇങ്ങനെ കൂല. ഒരു കമ്പനീനെ നമുക്ക് ഇന്ത്യയിലും പാകിസ്ഥാനും കൂടി ബോർഡിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. സോ അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു ഫുള്ളി ഓർ പാർട്ട്ലി, ഇവിടെ ഇതേപോലെ ഇട്ടുകൂടി ഫുള്ളി ഔട്ട്സൈഡ്.
ദാറ്റ്സ് ഓൾ. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഈ ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഫുള്ളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇവരൊക്കെ എന്താണ് ബിക്കം ഓർഡിനറി റെസിഡൻറ്റ്. അതർവൈസ് ഫുള്ളി ഔട്ട്സൈഡ്. ഇവിടെ ഫുള്ളി ഓർ പാർട്ട്ലി എന്നാണ് പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഇവിടെ ഫുള്ളി ഔട്ട്സൈഡാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു 1% ഇവിടെയാണെന്നുണ്ടെങ്കിൽ, ഒരു 1% പുറത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ പെടില്ല. ഓക്കെ, ഫുള്ളി ഔട്ട്സൈഡാണ്. 100% ഔട്ട്സൈഡ് എന്നാണ്. ഫുള്ളി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 100% എന്നാണ്. ഓക്കെ, ദെൻ കമ്പനി. അപ്പം അത് കഴിഞ്ഞിട്ടോ. കമ്പനീൻ്റെ കേസിലാണെങ്കിൽ ഇതാ വീണ്ടും നമുക്ക് ഇവനെങ്ങനെ കൊണ്ടുവരാം. ഇതാ, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഫുള്ളി ഓർ പാർട്ട്ലി എന്നുണ്ടല്ലോ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫേഴ്സ് അങ്ങനെ എഴുതിയ കേട്ടോ. ഫുള്ളി ഓർ പാർട്ട്ലി ഉണ്ട്. ഫുള്ളിയാണ്. പാർട്ട്ലിക്ക് ഇവിടെ സ്ഥാനം. ഫുള്ളി ഓർ പാർട്ട്ലി എന്നുള്ളതിൽ ഫുള്ളി മാത്രം, ഫുള്ളി ഇൻ ഇന്ത്യ. ഓക്കെ ആണെങ്കിൽ കമ്പനി എന്താണ് ഓർഡിനറി റെസിഡൻ്റാണ്. മറ്റൊരു സാധ്യത കൂടി ഉണ്ട്. ഇത് ഒന്നാമത്തെ സാധ്യതയാണ്. ആൻഡ് അല്ല ഓർ ആട്ടോ. ഓർ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി, അതൊരു ഇന്ത്യൻ കമ്പനി ആയത്. ഇന്ത്യൻ കമ്പനി എന്തായാലും കമ്പനി എന്താണ് ഓർഡിനറി റെസിഡൻ്റ് ആവുമല്ലോ അല്ലേ, ഇന്ത്യൻ കമ്പനി. അപ്പോൾ 2 സാധ്യതകളാണുള്ളത്. ഇവിടത്തെ പോലെ ആൻഡ് അല്ല ഓറാണ്. ഇഫ് ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി ഓർ ഇറ്റ്സ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഫുള്ളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഫുള്ളി ശ്രദ്ധിക്കണം, ഒരു 1% പോലും അപ്പുറമാവാൻ പാടില്ല. ഫുള്ളി 100%. ഓക്കെ, നേരെ തിരിച്ചിട്ടാൽ എന്തായി നോട്ട് ഓർഡർ. തിരിച്ചിടുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഔട്ട്സൈഡ് എന്നുള്ളത് അതൊരു ഭാഗികമായിട്ടെങ്കിലും എന്താണ് പുറത്തായാൽ മതി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫുള്ളി ഓർ പാർട്ട്ലി ഔട്ട്സൈഡ്, ഫുള്ളി ഓർ പാർട്ട്ലി ഔട്ട്സൈഡ്. ഇവിടെ രണ്ടാമത്തെ സാധ്യത, ഇവിടെ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനി ഓർ ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി. ദാറ്റ്സ് ഓൾ. ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സിമ്പിൾ അല്ലേ? നമ്മൾ ഒരുപാട് എന്താണ് ചിന്തിച്ച് ബുദ്ധിമുട്ടിയാണ്ട് എന്താണ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ നമുക്കൊരു ചെറിയ ട്രിക്കിലൂടെയാണ് പഠിച്ചെടുത്താൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കള്ളികൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വൃത്തിയായിട്ട് അത് എഴുതിയെടുത്താൽ മതി. മറ്റു കാര്യം കൂടി ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ എസ്പെഷ്യലി PG കുട്ടികൾക്ക്, ഡിഗ്രിക്കും PGക്കൊക്കെ SAക്കൊക്കെ ചോദിച്ചിട്ടുള്ള കണക്കാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കോളത്തിൽ കാണുമ്പോൾ കുറച്ചുള്ളൂ, പക്ഷെ അത് എഴുതി ഉണ്ടാക്കുമ്പോൾ ഒരുപാടുണ്ട്. ഇപ്പോൾ വരുതിപ്പോൾ ഓർഡിനറി റെസിഡൻറ്റ് എഴുതി ഉണ്ടാക്കണമെങ്കിൽ ഈ ബേസിക് കണ്ടീഷൻ 2 പറയണം, അഡീഷണൽ കണ്ടീഷൻ 2 പറയണം. ഓക്കെ, ഇങ്ങോട്ട് ആരൊക്കെ ഏതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് ഇങ്ങനെ പറയണം. അപ്പോൾ SAക്ക് അതിനപ്പുറമൊക്കെ എഴുതി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സ്പെഷ്യലി PG വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് നെറ്റിൻ്റെ എക്സാമൊക്കെ വരുമ്പോൾ ഈ നെറ്റ് എക്സാമിനൊക്കെ ഇത്രയും പഠിച്ചാൽ ചിലപ്പോൾ ഇതിന്ന് എന്താണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ. സോ ഒന്നുകൂടി നമുക്ക് പറയാം, ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ 1 ബേസിക് കണ്ടീഷൻ ആൻഡ് 2 അഡീഷണൽ കണ്ടീഷൻ കിട്ടിയാൽ ഓർഡിനറി ആണ്. നോട്ട് ഓർഡിനറി ആണെങ്കിൽ എപ്പോഴാണ്, നോട്ട് ഓർഡിനറി ആണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ മാത്രം, നോ ബേസിക് കണ്ടീഷൻ ആണെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, HUF, in case of HUF, if the control and management of affairs fully or partly situated in India and the Karta satisfy both additional conditions as individual. ഇൻഡിവിജ്വലിൻ്റെ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ 2 അഡീഷണൽ കണ്ടീഷൻ ഏതാ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഏതൊക്കെയായിരുന്നു? 10ൽ 2 റെസിഡൻ്റ് ആകുക, 7ൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക അല്ലേ? 2 റെസിഡൻ്റ് ഔട്ട് ഓഫ് 10 years and 730 days out of 7 years preceding the previous year. Okay, then നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൽ എന്താണ്, ഇത് മാത്രം, ഇതില്ല. If the control and management of affairs fully or partly situated in India, but the Karta does not fulfill both the additional conditions as individual. If the control and management of affairs fully outside, എന്താണ് നോൺ റെസിഡൻറ്റ്. ഇവർ മാത്രമാണ് 3 കാറ്റഗറിയിലും വരുള്ളൂ. ഇവരൊക്കെ എന്താണ് 2 കാറ്റഗറി മാത്രമേ വരുള്ളൂ. ഫേം AOP BOI, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ലോക്കൽ അതോറിറ്റി,
കമ്പനി. ഫേമിൻ്റെ കേസിലാണെങ്കിൽ ഇത് നേരെ എടുത്തിട്ട് എഴുതിയാൽ മതി. ഒറ്റ കാര്യങ്ങൾ കൺട്രോൾ മാനേജ്മെൻറ്റ് അഫയേഴ്സ് ഫുള്ളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഓർഡിനറി ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നോൺ റെസിഡൻ്റ് ആണ് എപ്പോഴാണ് ഈ ഫുള്ളി ഔട്ട്സൈഡ്. ദെൻ കമ്പനി ശ്രദ്ധിക്കണം ഫുള്ളി ഓർ പാർട്ട്ലി ഇവിടെ അല്ല ഫുള്ളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യയാണ്. പാർട്ട്ലിക്ക് അവിടെ പ്രശ്നമില്ല. ഓക്കെ അത് മാത്രമേ ഉള്ളൂ. ഫുള്ളി ഔട്ട്സൈഡ് ഫുള്ളി ഓർ പാർട്ട്ലി ഔട്ട്സൈഡ് ആണെങ്കിൽ എന്താണ് ഫുള്ളിയാണ് ഇവിടെ ഫുള്ളി സിറ്റുവേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ പാർട്ട്ലി ആയി മതി. ഫുള്ളി ഔട്ടാണ് അല്ലെങ്കിൽ പാർട്ട്ലി ഔട്ടായാലും 1% ഔട്ടായാലും മതി. എന്താണ് നോൺ റെസിഡൻ്റ്. മറ്റൊരു സാധ്യത കൂടി ഉണ്ട് നമ്മൾ പറഞ്ഞു ഇഫ് ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ കമ്പനി കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ. ഓക്കെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ആണെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആയി. സോ ദിസ് ഈസ് വട്ട് ഈസ് കാൾഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ. ഈസി അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിലേറെ ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ഈ രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് അനലൈസ് ചെയ്തപ്പോഴേ ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് എന്താണ് ഓരോ പോയിന്റ്സ് വൈസ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഇത് ഇങ്ങനെയാണ്, ഈ പിക്ചറാണ്. ഈ പിക്ചർ വെച്ച് ഇങ്ങനെ എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.